അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റെയിൽവേ ട്രാക്കിലൂടെ പായുന്ന ഓരോ ട്രെയിനും ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേരുന്ന ഒരു വലിയ വ്യവസ്ഥിതിയാണ്. എന്നാൽ ആ ട്രാക്കുകൾക്ക് താഴെ കുഴിച്ചു മൂടപ്പെട്ട ചില സത്യങ്ങളുണ്ടെങ്കിലോ നമ്മൾ കാണുന്ന പച്ചയും മഞ്ഞയും ചുവപ്പും സിഗ്നൽ വെറും യാന്ത്രികമായ വെളിച്ചങ്ങൾ മാത്രമല്ല, അധികാരത്തിന്റെയും അഴിമതിയുടെയും ജീവമരണ പോരാട്ടങ്ങളുടെയും അടയാളങ്ങളാണെങ്കിലോ മലയാള സാഹിത്യത്തിൽ ചരിത്രത്തെയും വ്യക്തിത്വങ്ങളെയും കോർത്തിണക്കി മനോഹരമായ എഴുത്തുകാരനാണ് ടി.ഡി. രാമകൃഷ്ണന്റെ ഏറ്റവും പ്രസിദ്ധമായ നോവലാണ് പച്ച മഞ്ഞ ചുവപ്പ്. ഈ നോവൽ വായനക്കാരെ കൊണ്ടുപോകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ നിഗൂഢമായ ഇടനാഴികളിലേക്കാണ്. റെയിൽവേയിൽ ദീർഘകാലം ഉദ്യോഗസ്ഥനായിരുന്ന എഴുത്തുകാരന്റെ അനുഭവ സമ്പത്ത് ഈ കൃതിക്ക് വലിയൊരു ആധികാരികത നൽകുന്നുണ്ട്. ഈ നോവൽ ഒരു സാധാരണ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്നതിലുപരി ഭരണ സംവിധാനത്തിലെ ജീർണതകളെയും കോർപ്പറേറ്റ് താല്പര്യങ്ങളെയും പച്ചയായി തുറന്നുകാട്ടുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ഈ നോവൽ. നോവലിന്റെ വൈകാരികമായ അടിത്തറ പാകുന്നത് 1955 തമിഴ്നാട്ടിലെ ലാനിഷ്പേട്ട് ലോക്കൂർ സ്റ്റേഷനിൽ നടന്ന ഒരു വലിയ തീവണ്ടി അപകടമാണ്. അന്നത്തെ സ്റ്റേഷൻ മാസ്റ്ററായിരുന്ന രാമചന്ദ്രന്റെ അശ്രദ്ധയാണ് 73 പേരുടെ മരണത്തിന് കാരണമായതെന്ന് വിധി എഴുതപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ട് സമൂഹത്തിന് മുന്നിൽ കുറ്റവാളിയായി മുദ്ര കുത്തപ്പെട്ട് രാമചന്ദ്രന്റെ ജീവിതം തകർന്നു. എന്നാൽ 25 വർഷങ്ങൾക്ക് ശേഷം കോവിഡ് ലോക്ക്ഡൌണിൽ അദ്ദേഹത്തിന്റെ മകനും ഒരു ജേർണലിസ്റ്റും ചേർന്ന് ആ അപകടത്തിന്റെ വേറുകൾ തേടിപ്പോകുന്നിടത്താണ് കഥയുടെ യഥാർത്ഥ ചുരുളുകൾ നിവർന്നത്. സ്റ്റേഷൻ മാസ്റ്ററായിരുന്ന രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ മേൽ ആരോപിക്കപ്പെട്ട മനുഷ്യ സഹജമായ പിഴവ് എന്ന ലാബിനെ നോവൽ ഡീകൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയെ കുറ്റവാളിയായി മുദ്രകുത്തിക്കൊണ്ട് ഭരണകൂടവും വ്യവസ്ഥിതിയും എങ്ങനെയാണ് വലിയ അഴിമതികളെയും സാങ്കേതിക പരാജയങ്ങളെയും മൂടിവെക്കുന്നതെന്ന് ഈ നോവൽ അന്വേഷിക്കുന്നുണ്ട്. കേവലം ഒരു വ്യക്തിയുടെ പിഴവല്ല, മറിച്ച് സിസ്റ്റം തന്നെ ആസൂത്രണം ചെയ്ത ഒന്നായിരുന്നു ഈ അപകടമെന്ന തിരിച്ചറിവ് വായനക്കാരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ അന്വേഷണ പർവ്വതത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് നന്ദിനി പ്രഭാകർ എന്ന കരുത്തുറ്റ ഉദ്യോഗസ്ഥയാണ്. പുരുഷാധിപത്യം നിറഞ്ഞതും അധികാര ശ്രേണികൾ നിലനിൽക്കുന്നതുമായ റെയിൽവേയുടെ ഉന്നത തലങ്ങളിൽ സത്യത്തിനു വേണ്ടി ഒരു വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന നന്ദിനി ടി.ഡി. രാമകൃഷ്ണന്റെ മറ്റു സ്ത്രീ കഥാപാത്രങ്ങളുടെ പോലെ വായനക്കാരുടെ ബഹുമാനം പിടിച്ചു പറ്റുന്നുണ്ട്. അപകടം നടന്നാലുടൻ താഴെത്തട്ടിലുള്ള ലോക്കോ പൈലറ്റുമാരെയോ സ്റ്റേഷൻ മാസ്റ്റർമാരെയോ ബലിയാടാക്കി തടിയൂറാൻ ശ്രമിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ അവൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. നോവൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും ഗൗരവമേറിയ വിഷയം റെയിൽവേയിലെ അഴിമതിയും കോർപ്പറേറ്റ് ഗൂഢാലോചനയുമാണ്. റെയിൽവേ സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വമ്പൻ വിദേശ കമ്പനികൾ എങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേയെയും ഉദ്യോഗസ്ഥരെയും തങ്ങളുടെ വിരൽത്തുമ്പിൽ നിർത്തുന്നതെന്ന് ഈ നോവൽ വിവരിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾക്കായി നടക്കുന്ന ലോബിയും അതിനായി നൽകുന്ന കൈക്കൂലിയും ലൈംഗിക ആനുകൂല്യങ്ങളും സിസ്റ്റത്തിലെ പുഴുക്കുത്തുകളെ വെളിപ്പെടുത്തുന്നു. ലാഭമാത്രം ലക്ഷ്യമിടുന്ന കോർപ്പറേറ്റുകൾക്ക് റെയിൽവേയുടെ സുരക്ഷാ സംവിധാനങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ സാധാരണക്കാരന്റെ ജീവൻ എങ്ങനെ അപകടത്തിലാകുന്നു എന്ന വലിയ രാഷ്ട്രീയ ചോദ്യം ഈ നോവലിൽ അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഓരോ യാത്രക്കാരനും ഭാവി കൊണ്ട് മാത്രം അതിജീവിക്കുന്ന ഒരു വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള ഭീതിജനകമായ ഓർമ്മപ്പെടുത്തലാണ് ഈ നോവൽ. മലയാളത്തിൽ അത്ര പരിചിതമില്ലാത്ത ടെക്നോഫിഷൻ ഗണത്തിലേക്ക് ഈ നോവലിനെ ചേർക്കാവുന്നതാണ്. റെയിൽവേയുടെ പ്രവർത്തന രീതികൾ, എഞ്ചിനുകളുടെ ഘടന, സിഗ്നലിംഗ് ലോജിക്, പോയിന്റ് ഫെയിലറുകൾ തുടങ്ങിയ സാങ്കേതിക വശങ്ങൾ അതീവ കൃത്യതയോടെ കഥയുടെ ഒഴുക്കിന് ബാധിക്കാതെ അവതരിപ്പിക്കാൻ നോവലിസ്റ്റിന് സാധിച്ചു എന്നത് എടുത്ത് പറയേണ്ടതാണ്.
ഇത് വായനക്കാരന് ഒരു പുതിയ ലോകത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നതോടൊപ്പം കഥയുടെ വിശ്വസനീയത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. യാഥാർത്ഥ്യവും ഓർമ്മകളും ഇടകലർന്ന ആഖ്യാനമാണ് ഇതിലുള്ളത്. ഒരു ട്രെയിൻ യാത്രയുടെ വേഗതയും താളവും നോവലിന്റെ ഭാഷയിലും വായനക്കാരന് അനുഭവപ്പെടും. ദീർഘമായ വിവരണങ്ങളെക്കാൾ സംഭവങ്ങളുടെ അടുക്കും ചിട്ടയുമാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജനാധിപത്യം ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? സുരക്ഷിതമായ പച്ചയിലാണോ അതോ ജാഗ്രത പാലിക്കേണ്ട മഞ്ഞയിലാണോ അതോ അപകടകരമായ ചുവപ്പിലാണോ? ഓരോ ട്രെയിൻ യാത്രയും അവസാനിക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് നോവലിസ്റ്റിലെ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ വായനക്കാരെ അസ്വസ്ഥരാക്കും. വ്യവസ്ഥിതിയുടെ ഇരകളാകപ്പെട്ട രാമചന്ദ്രന്മാരുടെ വേദനയും നന്ദിനി പ്രഭാകരന്മാരുടെ പോരാട്ട വീര്യവും വായന കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ കന്നലായി അവശേഷിക്കും. ഈ നോവൽ ഉറപ്പായും വായിച്ചിരിക്കേണ്ട ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.